ഈ പാപം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ജനത്തിനില്ല. ജനം മനസ്സിലാക്കിയിട്ട് അവർ മനസ്സിലാകാതെ നടക്കുന്നു. എന്നാൽ പഴയ നിയമത്തിനകത്ത് പ്രമാണത്തിനകത്ത് നിന്നപ്പോൾ അവർ പ്രമാണത്തെ ഗ്രഹിച്ച് പ്രമാണത്തിനകത്ത് നന്മ ചെയ്യാനും പ്രമാണത്തിൽ ജീവിക്കാനൊക്കെ അവർ ശ്രമിച്ചു. എന്നാൽ അവിടെയൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് പിതാവായ ദൈവം പുത്രനെ തന്നെ താഴോട്ട് അയക്കുന്നത്. അത് പ്രമാണത്തെ എടുത്ത് കളയാനല്ല, പ്രമാണം നിവർത്തിക്കാനാണ്. ക്രൂശിലൂടെ നമുക്ക് കിട്ടുന്നത് പ്രമാണം നിവർത്തിച്ച ആ യേശുവിൻ്റെ മഹത്വമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പാപത്തിന് നിശ്ചയമായിട്ടും പ്രമാണം എന്തു പറയുന്നു? അതാണ് ശിക്ഷ. എന്നാൽ ആ ക്രൂശിലൂടെ നമ്മൾ രക്ഷപ്പെടുകയാണ്. പ്രിയതേ, നമ്മുടെ ജീവിതത്തിനകത്ത് പാപം എന്താണെന്ന് അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നിയമമുണ്ട്. പുതിയ നിയമത്തിനകത്തും ദൈവത്തിൻ്റെ നിയമമുണ്ട്, ദൈവത്തിൻ്റെ വ്യവസ്ഥയുണ്ട്, പുസ്തകത്തിനൊരു വ്യവസ്ഥയുണ്ട്. അതിനെ തള്ളിക്കളഞ്ഞ് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ വ്യവസ്ഥയ്ക്കകത്ത്